ഹായ് നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇഡ്ഡലി സാമ്പാറുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ മോള് ക്ലാസ്സിന് പോകാനായിട്ടൊക്കെ ഇറങ്ങി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മോൻ നേരത്തെ പോയതുകൊണ്ട് മോൾക്ക് ഇന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് കാവിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടുന്ന് ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് മോൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൂക്കലും തുടയ്ക്കലൊക്കെ ഇരുന്നപ്പം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാണ് പിന്നെ ചെയ്തത്. അപ്പോൾ നമ്മൾ മീൻ കറിയൊന്നും നമുക്ക് വെക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ വൈകിട്ട് തന്നെ കേര വാങ്ങിച്ചുകൊണ്ട് വന്നത് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. ചേട്ടായി കേര വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പച്ചക്കറി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ ഞാനത് തുടയ്ക്കാനായിട്ട് തുടങ്ങിയ സമയത്ത് പുറത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് സെൻറ്ററിൽ നിന്ന് സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കൊണ്ടുവന്ന് മാറ്റി വെച്ച് കേട്ടോ. അവർ പോയി കഴിഞ്ഞിട്ട് ജോലി തുടരാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ അവർ വന്ന് പോയി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിൽ കയറിയിട്ട് ബാക്കി പച്ചക്കറികൾ ഞാൻ പറഞ്ഞില്ലേ, ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാങ്ങാപ്പച്ചടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് അനുക്കുട്ടിയുടെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ചേമ്പ് കറിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറികളെല്ലാം വെച്ച് കേട്ടാ. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. അവർ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് സംസാരിച്ചൊക്കെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയുടെ പുറകെയൊന്നും പോകാൻ പറ്റത്തില്ല. അങ്ങനെ കറികളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊരു പാത്രത്തിലേക്കൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ കേര കറി വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് അതും ഒരു ബൗളിലോട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ കറി ഞാൻ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയൊക്കെ എടുത്തതാണ്. പിന്നെ മാങ്ങാപ്പച്ചടിയും വെച്ച് ബീട്രൂട്ടും മെഴുക്ക് പുരട്ടി, പിന്നെ ഒരു തേങ്ങ അരച്ചൊരു കറി വേണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ചേമ്പ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. ചേമ്പും തക്കാളിയൊക്കെ ഇട്ടിട്ടാണ് ഞാനൊരു അരച്ചുകൂട്ട് കറിയും കൂടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഊണ് കഴിക്കാനൊക്കെ ആയിട്ട് എല്ലായിടത്തും വെച്ച് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. മോള് വന്നപ്പം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. 3 മണിക്കാണ് എപ്പോഴും വരാറുള്ളത്. ബസ് സ്റ്റോപ്പിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് ഓട്ടോയ്ക്കാണ് മോള് വന്നത്. പിന്നെ ഇനി ഞങ്ങൾക്ക് അംഗൻവാടിയിലൊന്ന് പോകണം. അവിടെ നിന്ന് നമുക്ക് ഗോതമ്പും ചെറുപയറും ശർക്കരയൊക്കെ എല്ലാ മാസവും കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അനിക്കുട്ടിക്ക് അത് വാങ്ങാൻ വേണ്ടിയിട്ട് അനിക്കുട്ടിയുടെ അമ്മയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഓട്ടോയിലാണ്, വണ്ടി വിളിച്ചിട്ടാണ് ഞങ്ങൾ അംഗൻവാടിയിലേക്ക് പോയത്. കുറച്ച് ദൂരമുണ്ട് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും അപ്പുറത്തെ കാഴ്ചകൾ കണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ വിളിക്കുന്നത് കേട്ട് ഓട്ടോ ഡ്രൈവർ നോക്കിയേ. അപ്പോൾ ഇതെന്താണ് വീഡിയോ എടുക്കുന്നത് എന്താണെന്നൊക്കെ പുള്ളി ഇങ്ങനെ നോക്കിയെന്ന് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അംഗൻവാടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അനുക്കുട്ടിയുടെ ഫോട്ടോ എടുക്കണമായിരുന്നു, പിന്നെ വെയിറ്റൊക്കെ നോക്കണമായിരുന്നു. അപ്പോൾ കുട്ടികളെല്ലാം നോക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവിടെ ഒരു വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പും ചെറുപയറും ശർക്കരയാണ് നമുക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചായയൊക്കെ ഇട്ട് എല്ലാവർക്കും കുടിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് കൂട്ടുകാരോടൊരു കാര്യം പറയാനുള്ളതേ, കാര്യം വെച്ചാൽ എനിക്ക് ഇപ്പോൾ കമൻറ്റ് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ അത് സ്പാമായി പോകുന്നു കേട്ടോ. മാത്രമല്ല, നിങ്ങൾ എനിക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞ് കമൻറ്റ് ഇടാറില്ല. കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് റിപ്ലൈ തരാൻ പറ്റുന്നില്ല, ലൈക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് പ്രശ്നമാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് അനുക്കുട്ടിയുടെ അമ്മയെ മോനാണ് വണ്ടിയെ കൊണ്ട് വിട്ടത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.